തലസ്ഥാനത്ത് തീ പാറുന്ന പോരാട്ടം കണ്ടു കഴിഞ്ഞാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതീതിയാണ് ഉളവാക്കിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, അതിശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയും NDA-യുടെ സ്ഥാനാർത്ഥിയുമാണ് നേർക്ക് നേർ നിന്ന് പൊരുതിയത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ BJP-യുടെ പ്രധാന ഉന്നം തന്നെ. 2020 മികച്ച വിജയം തന്നെ NDA നേടിയപ്പോൾ അന്ന് കണക്ക് കൂട്ടിയതാണ് 2025 തലസ്ഥാന നഗരം BJP ഭരിക്കും എന്നുള്ളത്. 2020 കോൺഗ്രസ് വെറും 10 സീറ്റിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. മുൻകാലങ്ങളിൽ പ്രധാന പ്രതിപക്ഷമായിരുന്നിട്ടുള്ള കോൺഗ്രസിന് തലസ്ഥാന നഗരത്ത് അതിശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി സ്ഥാനാർത്ഥികളെ 101 വാർഡിലെയും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചു. പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് മുതിർന്ന നേതാവായ K. മുരളീധരനാണ്. മുതിർന്ന പല നേതാക്കന്മാരുമാണ് ഓരോ ജില്ലകളുടെയും ചുമതല വഹിച്ചിരിക്കുന്നത്. ചെന്നിത്തലയും സുധാകരനും VD സതീശനും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നല്ലത് തന്നെയാണ്. കാരണം അവർക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കാണുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഒരവസ്ഥയിലെത്തും കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിനെ അടിക്കാൻ നിരവധി ആയുധങ്ങൾ കിട്ടുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് എന്നും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനോട് പൊരുതി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് അതിശക്തമായ മത്സരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ്. 10 സീറ്റ് എന്നുള്ളത് ഒരു പക്ഷേ 15 മറ്റോ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു കാലത്തും LDF-ൽ CPM-നകത്ത് യാതൊരു തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. അത് നിയമസഭയിലായാലും ലോക്സഭയിലായാലും പ്രത്യേകിച്ച് പഞ്ചായത്ത് തലത്തിലായാൽ പോലും. പക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 വാർഡുകൾ ഉള്ളതില് ഏതാണ്ട് പല ഇടങ്ങളിലും LDF-ന് വിമത ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഉള്ളൂര്, ചെമ്പഴന്തി, വാഴോട്ടുകോണം എന്നീ വാർഡുകളിൽ 3 പേരെ CPM പുറത്താക്കിയെങ്കിൽ പോലും അവരും സ്ഥാനാർത്ഥികളാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ കാച്ചാണി, കഴക്കൂട്ടം, വിഴിഞ്ഞം വാർഡുകളിലും CPM വിമതർ മത്സരിക്കുന്നുണ്ട്. ഇത് ഒരു കേഡർ പാർട്ടിയായ CPM-ൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭയിലെ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് CPM-നകത്ത് തന്നെ പലതരത്തിലുള്ള സ്വരച്ചേർച്ചകളുമുണ്ട്. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിച്ഛായ അത്തരത്തിലാണ്. യാതൊരു തരത്തിലുള്ള വികസന മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതിനോടൊപ്പം തന്നെ തലസ്ഥാന നഗരത്തിലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ വികാരം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ട്. എപ്പോഴും തലസ്ഥാന നഗരത്തായിരിക്കും ഭരണത്തിന്റെ ആദ്യ പ്രതിഫലനം കാണാൻ പോകുന്നത്. കേരളം ആര് ഭരിക്കുന്നുവോ അവരോടൊപ്പമാണ് എല്ലാ കാലവും തിരുവനന്തപുരവും തിരുവനന്തപുരത്തിനോട് ചേർന്ന് കിടക്കുന്ന കൊല്ലം ജില്ലയുടെയും മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ഇവിടെ അറിയാൻ കഴിയും, തിരുവനന്തപുരം കോർപ്പറേഷനില് അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മാറ്റമുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് നമ്മൾ പലയിടത്തും തെളിഞ്ഞിട്ടുള്ളതാണ്. ആ ഭരണവിരുദ്ധ വികാരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത് BJP-ക്ക് അനുകൂലമായി മാറും. പക്ഷെ അവിടെ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി. ഇപ്പോൾ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് ഒരു സമയത്ത് വിജയിച്ചു വന്ന കാർത്തികേയന്റെ മകനായ ശബരിനാഥിനെ തന്നെ വീണ്ടും ഇവിടെ നഗരസഭയിലേക്ക്, കോർപ്പറേഷനിലേക്ക്, കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും ഒരു 15 സീറ്റിന് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ്.
CPM-ന് വിമതന്മാർ നിരവധി ഇടങ്ങളിൽ മത്സരിക്കുന്നത് കൊണ്ട് അവർക്കൊരു പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ഇത് ഇവിടെ BJPക്ക് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ LDF ആയാലും UDF-ഉം സാധാരണ ഈ പതിവ് പോലെ ഉണ്ടാകുന്ന പ്രകടന പത്രിക തന്നെയാണ് നടത്തിയിരിക്കുന്നത്. കാരണം തലസ്ഥാന നഗരത്തിന്റെ വികസനം, അതുപോലെ തന്നെ തെരുവ് നായ ശല്യം, പ്രാദേശിക ടൂറിസം വികസിപ്പിക്കും, ഇത്തരത്തിലുള്ള പ്രകടന പത്രികയാണെന്നുണ്ടെങ്കിൽ BJP മുഴുവൻ പേരെയും ഞെട്ടിച്ചിരിക്കുന്നത് തലസ്ഥാനം BJP പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരത്തിന്റെ വികസനം പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വീറും വാശിയുമുള്ള ഒരു മത്സരമാണ് നമ്മൾ കേരളമെമ്പാടും കാണുന്നത്. പക്ഷേ തലസ്ഥാന നഗരത്തിലെ മത്സരത്തിന് വേറൊരു സ്വഭാവമാണ് ഉണ്ടായിരിക്കുന്നത്. BJP ഉന്നം വെച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷനുമാണ്. കൂടാതെ നിരവധി മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളിലും ഉന്നം വെച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള പോരാട്ടം. കാരണം തൃശ്ശൂരിൽ ഇവർക്ക് വിജയം ഉണ്ടാകണം. 2024 സുരേഷ് ഗോപി നേടിയ വിജയം ഇവിടെ ഉറപ്പാക്കണം ഒന്നുകൂടി. കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് അധികം പേരൊന്നും തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതല്ലായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രവചനത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി 76,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ആ വിജയം ഒന്നുകൂടി ഉറപ്പിക്കുകയും അത് നിയമസഭയിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമായിരുന്നില്ല. പക്ഷെ ചിത്രം ഇപ്പോൾ ആകെ കൂടി മാറിയിരിക്കുന്നതാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ CPM-ന്റെ കോട്ടയായിട്ടുള്ള മുട്ടടവാടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഇടമാണ്. അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ വളരെ മുൻപിൽ നിൽക്കുന്നതും. ഇത് CPM-ന് ഏറ്റിരിക്കുന്ന വലിയൊരു തിരിച്ചടിയാണ്. അതുപോലെ തന്നെയാണ് ഈ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിരവധി ഇടങ്ങൾ. 101 വാർഡുകളിലായിട്ട് 348 സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രകടന പത്രിക BJP മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അവർക്ക് ജനങ്ങളിലേക്ക് ഒരു വലിയ വാഗ്ദാനമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടം മത്സരിക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടം ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളത്. അത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി വേറൊരു രൂപത്തിൽ വന്നു. എന്നാൽ പോലും തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടി പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വികസന നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനെ വേണ്ട തരത്തിൽ പ്രതിരോധിച്ചു നിർത്താനായിട്ട് CPM-ന് LDF-ന് ഇപ്പോൾ സാധിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന LDF-ന് ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതിലാണ്. എന്തായാലും തലസ്ഥാനം കാണുന്നത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉളവാക്കുന്ന തരത്തിലുള്ള മത്സരമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.